മാന്യശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. അമേരിക്കയിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ കാണുന്നതും അവിടെ കേൾക്കുന്നതും അതിനിടയ്ക്ക് വാട്സപ്പിലൂടെ എനിക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള കുറേ സന്ദേശങ്ങൾ ലഭ്യമാകുന്ന സമയത്ത് ചെറിയ പഴയ ഒരു റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിട്ട് MP3 ഫോർമാറ്റാക്കി മാറ്റി ആരുടെയെങ്കിലും സഹായത്താൽ പിന്നെ യൂട്യൂബിൽ ടൂവിഡിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ധാരാളം പരിമിതികളുണ്ട്. ചിലപ്പോൾ ശബ്ദം വസ്തുതകൾ ക്ലിയർ ആവുന്നില്ല. സാധിക്കുന്നിടത്തോളം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ കുറവുകളും അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ലക്ഷ്യപ്രാപ്തിക്ക് പറ്റാത്ത അവസ്ഥയുമെല്ലാം ഉണ്ടാകുന്നത് ക്ഷമിക്കണം എന്ന് മാത്രം പറയുന്നു. ഇന്നലെ ഒരു ചോദ്യോത്തര വേദിയിൽ സ്വാമി ചിദാനന്ദപുരിയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നല്ലൊരു ചോദ്യവും നല്ലൊരു ഉത്തരവും തന്നത് ഏതാനും മിനിറ്റുകൾ ഞാനത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മറ്റ് മതങ്ങൾക്കെല്ലാം പരമമായ ആചാര്യനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ് അതിനെക്കുറിച്ചുള്ള നിർദ്ദേശവും അവരുടെ അംഗങ്ങളെ ഒരുമിച്ച് ചേർക്കാനുള്ള ആവശ്യത്തിന് അവരുടെ ശക്തി ബുദ്ധിപരമായിട്ടും സംഖ്യാപരമായിട്ടും ഉപയോഗിക്കാനുള്ള സംവിധാനമുള്ളതുകൊണ്ട് മറ്റ് മതങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു അവരുടേതായ തത്വങ്ങൾ. പക്ഷേ ഹിന്ദുധർമ്മത്തിനൊരു പരമമായ ആചാര്യൻ്റെ ആവശ്യമില്ലേ? കുറേ അടുക്കും ചിട്ടയുമുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ? നമുക്കങ്ങനെ ഒരു പരമമായ നേതാവില്ലാതെ പോയതല്ലേ? വളരെയധികം വൈവിധ്യങ്ങളും ഒന്നിനൊന്ന് വൈപരീത്യങ്ങളുമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ ചോദ്യം വളരെ വിപുലമാണ്. ഞാനതിൻ്റെ ചെറിയൊരംശം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് സ്വാമിയുടെ ഉത്തരത്തെക്കുറിച്ച് മാത്രം പറയാനാണ് ഇങ്ങനെ ഇതൊന്ന് റെക്കോർഡ് ചെയ്യുന്നത്. സ്വാമി പറഞ്ഞത് മറ്റു മതങ്ങൾക്കുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയും അസ്തിത്വവുമാണ് ഹിന്ദുധർമ്മത്തിനുള്ളത്. മറ്റ് മതങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ചിഹ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ ഈ മതവും ഈ മതത്തിൽ പറഞ്ഞിരിക്കുന്നതുമല്ലാതെ മറ്റൊന്നിനെയും സ്വീകരിക്കരുത് എന്ന സ്ട്രിക്റ്റ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. അതിന് അതിൻ്റേതായിട്ടുള്ള വളരെയധികം പരിമിതികൾ 21-ാം നൂറ്റാണ്ടിൽ മുമ്പും പിമ്പും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഹിന്ദുധർമ്മത്തിൽ ഒരു ആചാര്യനല്ല ഉള്ളത്. ആയിരക്കണക്കിന് ആചാര്യന്മാർ സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ആ സ്വതന്ത്രമായി പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ ചേർത്ത ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അതിനകത്ത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് മാത്രമല്ല, ആ സ്വാതന്ത്ര്യമാണ് ഹിന്ദുധർമ്മത്തെ അന്നും ഇന്നും എന്നും നിലനിർത്തിയത്. ആ സ്വാതന്ത്ര്യം ഒരു മതാധിപൻ്റെ അല്ലെങ്കിൽ ഒരു മഠാധിപൻ്റെ കീഴിൽ നമ്മൾ വരികയാണെങ്കിൽ ആ വ്യക്തിക്കുള്ള നന്മകൾ സംഘടനയ്ക്ക് അല്ലെങ്കിൽ മതത്തിന് ലഭിക്കുമെങ്കിലും ആ വ്യക്തിക്കും വ്യക്തിക്ക് ശേഷം വരുന്ന വ്യക്തികൾക്കും ഉണ്ടാകുന്ന തിന്മകളെല്ലാം ഈ മതത്തിൻ്റെ തലയിൽ വരികയും എന്നെങ്കിലും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും എന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. അതുകൊണ്ട് എന്നും ഓർമ്മിക്കാനുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള, സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള, അതുപോലെ യോജിക്കാനും വിയോജിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യമാണ് ഹിന്ദുധർമ്മത്തെ ഇതുപോലെ ഇത്രയും കാലം നിലനിർത്തിയത്. ഇനിയും നിലനിർത്തുന്നത് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിക്കുക, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പഠിക്കുക. നമ്മുടെ ബുദ്ധിയും യുക്തിയും മറ്റ് ആരുടെയെങ്കിലും മുമ്പിൽ അടിയറ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ആചാര്യന്മാർ പറയുന്നത് കേൾക്കുക. അതും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ വിശകലനം ചെയ്ത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അത് പ്രയോഗിക്കാൻ പഠിക്കുക. ഒരു നേതാവിന് എത്ര വലിയവനാണെങ്കിലും പരിമിതിയുണ്ട്. ഒരു മതാധിപന് എത്ര വലിയവനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും പരിമിതിയുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങളും ധാരാളം അറിവുകളും
അത് ദേശവും കാലവും അനുസരിച്ച് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്തുന്ന രീതിയിൽ നമ്മുടെ സ്മൃതി ഗ്രന്ഥങ്ങൾ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ അറിവുകൾ അത് നമ്മൾ നേടിയിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. മാത്രമല്ല പരമമായ സത്യമടങ്ങുന്ന ശ്രുതികൾ, അതിനെ ജീവിതത്തിൽ പകർത്താൻ അടങ്ങുന്ന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സ്മൃതികൾ, ശാശ്വത സത്യങ്ങൾ അടങ്ങുന്ന ശ്രുതികളും അതിനെ ജീവിതത്തിൽ കാലാകാലം അനുസരിച്ച് നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന സ്മൃതികളും നമുക്ക് തന്നെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. ഇത് നമ്മുടെ അവതാരങ്ങളും ഋഷീശ്വരന്മാരും എല്ലാവരും എന്നും നൽകിയതാണ്. അതുകൊണ്ട് ഒരിക്കലും ഹിന്ദു ധർമ്മത്തിന് ഒരു മത നേതാവിൻ്റെ ആവശ്യമില്ല. ശാശ്വതമായി നിലനിൽക്കുന്ന ശാശ്വത സത്യങ്ങളുടെ സമാഹാരമായിട്ടുള്ള ഒരു ധർമ്മത്തിന് ഒരു കാരണവശാലും ഏതെങ്കിലും വ്യക്തികൾക്ക് ഉന്മൂലനം സംഭവിക്കത്തക്ക വിധത്തിലുള്ള നാശത്തിന് കാരണമാവില്ല. പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദേശവിദേശങ്ങളിൽ വികസിത രാഷ്ട്രങ്ങൾ ഏത് പ്രാചീന മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിലനിന്നിരുന്നത്, ഏത് മതത്തിൻ്റെ നിയമാവലികൾക്ക് വിധേയമായിട്ടാണോ നിലനിന്നിരുന്നത്, ഏത് മതാധിപൻ്റെ മർക്കട മുഷ്ടിയെപ്പോലെ ഇരുമ്പ് മുഷ്ടികളുടെ ചങ്ങലയുടെ കൂച്ചുവിലങ്ങിട്ടാണോ നിലനിന്നിരുന്നത്, അതെല്ലാം ഒരിക്കൽ പൊട്ടുമ്പോൾ ആ ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ആ മതാധിപനോ മഠാധിപനോ മാത്രം നശിക്കുകയല്ല, ആ മതം തന്നെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്നു. അത് വെറുപ്പോടുകൂടി ജനങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിനെക്കുറിച്ച് പേരെടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല മതങ്ങളും ഇതേപോലെ തിരസ്കരിക്കപ്പെടുന്ന കാഴ്ച നമുക്ക് അമേരിക്കയിലും വികസിത രാഷ്ട്രങ്ങളിലും എല്ലാം കാണാം. മാത്രമല്ല, ഇനി ഒരു മതത്തിൻ്റെയും ഒരു പുസ്തകത്തിൻ്റെയും ഒരു ആചാരൻ്റെയും നേതൃത്വത്തിൽ ചില ഭാഗങ്ങൾ മുറിച്ചും ചില ഭാഗങ്ങൾ നിലനിർത്തിയും ചിലതെല്ലാം വളർത്തിയും ചിലതെല്ലാം തളർത്തിയും പ്രവർത്തിക്കുന്ന മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരൊറ്റ മതം തന്നെ ലോകത്തിന് ഭീഷണിയാകുന്ന വിധത്തിലൊരു വിഭാഗം തീവ്രവാദത്തിലൂടെ പോകുന്നതും. അപ്പോൾ ഒരു മതാചാര്യനും ഒരു മതഗ്രന്ഥവും ഒരു വീക്ഷണവും ഒരു ചിഹ്നവും ഒരു ദൈവവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ലോകത്തിലെ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അത് കാരണമായി തീരുന്നത്. സനാതനധർമ്മത്തിൽ നിന്ന് ഉദയം ചെയ്ത ബുദ്ധമതവും സിഖ് മതവും ജൈനമതവും അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന പാർസി മതവും എല്ലാം ഒരുമിച്ച് നിലനിൽക്കാൻ കാരണം തന്നെ ഒരു മതാധിപൻ്റെ, ഒരു മതമേധാവിയുടെ, ഒരു പുസ്തകത്തിൻ്റെ, ഒരു ചട്ടക്കൂടിൻ്റെ അടുത്തല്ല ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മഹത്വം. ആ മഹത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു അടുക്കും ചിട്ടയുമുള്ള ജീവിത ശൈലി നമ്മൾ തന്നെ വാർത്തെടുക്കുകയാണ് മറ്റൊരുവൻ്റെ നിർദ്ദേശത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്നതിനേക്കാൾ നല്ലത് എന്നാണ് സ്വാമി ചിദാനന്ദപുരി വളരെ വ്യക്തമായ ഭാഷയിൽ വിവരിച്ചു കൊടുത്തത്.